നൽകിയത്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 200 മീറ്റർ മത്സരങ്ങൾ പൂർത്തിയായി. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ഏതാണ്ട് ഉറപ്പിക്കുകയാണ്. അത്ലറ്റിക് മത്സരത്തിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 14 സ്വർണവുമായി പാലക്കാടും 10 സ്വർണവുമായി മലപ്പുറവും പോയിന്റ് ടേബിളിൽ 1ഉം 2ഉം സ്ഥാനത്തുണ്ട്. ഹരികൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ഹരി, ആവേശകരമായ 200 മീറ്റർ മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. വികാരഭരിതമായ നിമിഷങ്ങളൊക്കെ കണ്ടു. അവസാന ടേബിളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ? ആവേശഭരിതം തന്നെയായിരുന്നു 200 മീറ്റർ. ഇന്നത്തെ ഏറ്റവും വലിയ ഗ്ലാമർ പോരാട്ടം തന്നെയായിരുന്നു 200 മീറ്റർ. ആ 200 മീറ്ററിൽ നമ്മൾ കണ്ട കാഴ്ചകൾ സത്യം പറയുകയാണെങ്കിൽ സിനിമകളെ വെല്ലുന്ന പല ട്വിസ്റ്റുകളും ഉണ്ടായിരുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു 200 മീറ്റർ. പ്രത്യേകിച്ച് ആദിത്യ അജി കഴിഞ്ഞ 2 സ്വർണ്ണങ്ങൾ, പ്രത്യേകിച്ച് ഹേർഡിൽസിലും 100 മീറ്ററിലും സ്വർണ്ണം നേടിയ ആദിത്യ 200 മീറ്ററിന്റെ അവസാന ഒരു മൈക്രോ സെക്കൻഡിലാണ് ആദിത്യ അജിക്ക് സ്വർണ്ണം ലഭിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ആദിത്യ പോലും തനിക്ക് വെള്ളിയായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഫോട്ടോ ഫിനിഷിന് വേണ്ടിയിട്ട് സ്ക്രീനിലേക്ക് നോക്കിയപ്പോഴേക്കും ആദിത്യ അജിക്ക് സ്വർണ്ണം കിട്ടുന്നത്. അങ്ങനെ ഒരു വലിയ ട്വിസ്റ്റും കൂടി സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ആൻവി സബ് ജൂനിയർ വിഭാഗത്തിൽ, പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആൻവിക്ക് ഇന്ന് സ്വർണം ലഭിച്ചു. ആൻവി 100 മീറ്ററിൽ വെള്ളി കിട്ടുകയായിരുന്നു. അതിൽ വലിയൊരു നിരാശ ഉണ്ടായിരുന്നു. അന്ന് സ്റ്റാർട്ടിംഗ് ആയിരുന്നു ആൻവിക്ക് പിഴച്ചത്. ആൻവിക്കും സ്വർണം കിട്ടുന്നു. ബാക്കി 100 മീറ്ററിൽ ഏകദേശം അതേപോലൊരു റിസൾട്ട് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അന്ന് ഇപ്പം അന്ന് സ്വർണം നേടിയെടുത്ത പലരും, അതുൽ ടീം തന്നെയാണ് വീണ്ടും ജൂനിയർ വിഭാഗത്തിൽ, സീനിയർ വിഭാഗത്തിൽ, ആൺകുട്ടികളുടെ വിഭാഗത്തിൽ സ്വർണം നേടുന്നത്. അങ്ങനെ 100 മീറ്ററിലുണ്ടായ അതേ കാര്യങ്ങൾ പലതും ഉണ്ടാകുകയും ചെയ്തു. ദേവനന്ദ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടേണ്ടതാണ്. 100 മീറ്ററിൽ സ്വർണ്ണം നേടിയ ദേവനന്ദ വീണ്ടും ഒരു ഇരട്ടി സ്വർണ്ണമാണ് ഇത്തവണ 200 മീറ്ററിൽ നേടിയത്. അപ്പൻഡിക്സിന് ഓപ്പറേഷന് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഡോക്ടർമാർ സ്വന്തം റിസ്കിൽ വേണമെങ്കിൽ മീറ്റ്സിൽ പങ്കെടുത്തോ എന്ന് ദേവനന്ദയുടെ അച്ഛനോടും കോച്ചിനോടും പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്നും തന്റെ ആത്മവിശ്വാസവും തന്റെ വിശ്വാസം കൊണ്ട് മാത്രം നേടിയെടുത്തതാണ് ദേവനന്ദ ഈ രണ്ടാമത്തെ സ്വർണ്ണം. അങ്ങനെ 200 മീറ്ററിൽ ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ ഉൾപ്പെടെ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ഇനി പോയിന്റ് ടേബിളിലേക്ക് വരികയാണെങ്കിൽ പാലക്കാടും മലപ്പുറവും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത്ലറ്റിക്സ് വിഭാഗത്തിൽ 14 സ്വർണവുമായി പാലക്കാടും 10 സ്വർണവുമായി മലപ്പുറവും നിൽക്കുകയാണ്. നമ്മൾ ഓരോ 200 മീറ്ററും ഹേർഡിൽസും ഒക്കെ നോക്കുമ്പോൾ പോലും പാലക്കാട് മലപ്പുറം പാലക്കാട്, അങ്ങനെയാണ് ആദ്യത്തെ 2 സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം, കട്ടയ്ക്ക് വാശിക്ക്. ഓവറോൾ ചാമ്പ്യൻഷിപ്പിൽ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ ഇനി ആർക്കും തൊടാനാവില്ല എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. തിരുവനന്തപുരത്ത് തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന രീതിയിൽ തിരുവനന്തപുരം അങ്ങ് 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അത് ബഹുദൂരം മുന്നിലാണ്. 1500 പോയിന്റിന് തൊട്ടരികിലാണ്. ഇപ്പോൾ നിലവിലത്തെ പോയിന്റ് പ്രകാരം 1482 പോയിന്റാണ് തിരുവനന്തപുരത്ത് നിൽക്കുന്നത്. 2ാം സ്ഥാനത്തുള്ള തൃശൂർ 700 പോയിന്റ് പോലും ടച്ച് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. 696 പോയിന്റാണ് തൃശൂരിന്റെ പക്കലുള്ളത്. അക്വാട്ടിക്സ് അത് തന്നെയാണ് തിരുവനന്തപുരത്തെ ഏറ്റവും കൂടുതൽ മുന്നിൽ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ അക്വാട്ടിക്സിന്റെ മാത്രം കണക്കുകൾ തിരുവനന്തപുരത്തിലേക്ക് എടുത്തു നോക്കിയാൽ തിരുവനന്തപുരം നേടിയെടുത്തത് 73 സ്വർണ്ണ മെഡലാണ് അക്വാട്ടിക്സിൽ മാത്രം. 2ാം സ്ഥാനത്തുള്ള തൃശൂർ ആവട്ടെ 16 സ്വർണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും 57 സ്വർണ്ണം മെഡലിന്റെ വ്യത്യാസമുണ്ട് അത് തമ്മിൽ. എന്തായാലും 117.5 പവന്റെ സ്വർണ്ണക്കപ്പ് തിരുവനന്തപുരത്തേക്ക് തന്നെ പോകും. അതിനി എത്ര വലിയ മഹാത്ഭുതം സംഭവിച്ചാൽ പോലും അതിന് വലിയ മാറ്റമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം തന്നെ നേടിയെടുക്കുകയും ചെയ്യും. അത്ലറ്റിക്സ് വിഭാഗത്തിൽ പാലക്കാട് മലപ്പുറം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഇനിയും ഒരുപാട് വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്നുണ്ട്. നാളെ കൂടുതൽ ഗെയിംസിന് കൂടുതലാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഏതായാലും വാശിയേറിയ മത്സരങ്ങൾ വീണ്ടും ട്രാക്കിൽ അരങ്ങൊണ്ടിരിക്കുകയാണ്. പല ഇമോഷണൽ നിമിഷങ്ങളും നമ്മൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.